കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 5 അതിൻ്റെ 11 വാക്യം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ഇവിടെ 3 കാര്യങ്ങൾ പരാമർശിക്കുന്നു. അതിനെ പ്രതി ദൈവം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാക്കുന്ന 3 അനുഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കുമെന്നും ദൈവത്തിൻ്റെ പരിപാലനത്തിന് കീഴിലിരിക്കുന്നവർ ആനന്ദിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കുമെന്നും ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇത് സന്തോഷിക്കുക, ആനന്ദിക്കുക, ഉല്ലസിക്കുക, ഇതെല്ലാം ഒരു ഹാപ്പി എന്നുള്ളൊരു വാക്കിനകത്ത് വരുന്നതാണ്. എന്നാൽ ഈ 3നും അതിൻ്റെ വേരിയൻറ്റിന് അകത്ത് വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ വേർതിരിവിന്, അതിനകത്തുള്ള ആനന്ദത്തിന് അല്ലെങ്കിൽ സന്തോഷ മേഖലകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ സന്തോഷിക്കാറുണ്ടല്ലേ. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് വരുന്ന ചില വിഷയങ്ങളുണ്ട്. അതൊരു ആനന്ദത്തെ നമ്മൾ കാണിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പാണെന്ന് പറയുന്നത് ഉല്ലസിക്കുക എന്ന് പറയും. നമ്മളിപ്പം ഇന്നൊക്കെ നമ്മുടെ ഈ തലമുറയിൽപ്പെട്ടവരുടെ ഉല്ലാസയാത്രകൾ നടത്താറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണങ്ങളില്ലാത്ത സന്തോഷം എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാൻ പറ്റും, അങ്ങനത്തെ സന്തോഷം. പക്ഷേ ദൈവമക്കൾ ഈ രീതിയിൽ സന്തോഷം, ആനന്ദം, ഉല്ലാസം ഇതെങ്ങനെയാണ് ദൈവമക്കൾക്ക് ലഭ്യമാകുന്നത്? സന്തോഷം കിട്ടണമെങ്കിൽ ദൈവത്തെ എന്ത് ചെയ്യണം? ശരണം പ്രാപിക്കണം. പ്രൈസലോ. സന്തോഷം കിട്ടണമെങ്കിൽ ദൈവത്തിൽ ശരണം പ്രാപിക്കണം. അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴെ നിൽക്കുന്നവർക്ക് എന്തുണ്ട്? സ്തോത്രം, ആനന്ദമുണ്ട്. ആനന്ദം. പ്രൈസലോ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ 45 സങ്കീർത്തനം 7 വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മെ കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അപ്പം ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അതെങ്ങനെയാണ് കിട്ടുന്ന ആനന്ദം? ദൈവത്തിൻ്റെ പരിപാലനത്തിന് കീഴിൽ നിൽക്കുന്നവർക്ക് ഒരാനന്ദം ഉണ്ട്. 3-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നതോടെ കാണാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഉല്ലാസമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിയന്ത്രണങ്ങളില്ല. ഏത് സന്തോഷവും ഏത് ഉല്ലാസത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്ക് സന്തോഷവും ദൈവത്തിൻ്റെ പരിപാലനത്തിന് കീഴിൽ നിൽക്കുന്നവർക്ക് ആനന്ദവും ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർക്ക് ഉല്ലാസവും തരുവാൻ ദൈവത്തിന് കഴിയും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൊണ്ട് നിറച്ചാട് അത്ഭുതങ്ങളെ സ്വർഗം ചെയ്യും. എല്ലാ മഹത്വവും പുകഴ്ചയും മാനവും എല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.